ഹലോ അസ്സലാമു അലൈക്കും, നമസ്കാരം. ന്യൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കിച്ചണിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സുകൾ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. നമുക്കൊരു തുള്ളി വെളിച്ചെണ്ണ കൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തെടുക്കാം എന്നാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഒരു ലേശം വെളിച്ചെണ്ണ നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ആ ഒരു വെളിച്ചെണ്ണയിൽ നമ്മളുടെ കൈ മുക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ മീനൊക്കെ ഫ്രീസറിൽ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മീനൊക്കെ എടുക്കുമ്പോൾ ആ ഒരു പഴയ മണം നമുക്കത് ഫീൽ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ മീനിൻ്റെ ആ ഒരു ഉളുമ്പ് മണവും രക്തത്തിൻ്റെ ആ ഒരു മണമൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു തുള്ളി വെളിച്ചെണ്ണ നമ്മൾ മീൻ കഴുകുന്ന വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക ലാസ്റ്റായിട്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗവും ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ ആ മീൻ കറികളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ഉളുമ്പ് മണവും ആ ഒരു രക്തത്തിൻ്റെ മണം, അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ആ ഒരു പഴയ മണം ഒന്നും ഉണ്ടാവില്ല. നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു വെളിച്ചെണ്ണയുടെ സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടുക. അതേപോലെ നമ്മളുടെ ആ ഒരു കട്ടിംഗ് ബോർഡും പലകയും കൈയൊക്കെ നമ്മൾക്ക് ആ ഒരു ഉളുമ്പ് മണം മാറ്റിയെടുക്കാനും ഇതേപോലെ ആ വെളിച്ചെണ്ണയിലൊന്ന് കൈ മുക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാണ്ട് ആ ഒരു വെളിച്ചെണ്ണ ഡയറക്റ്റായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒരു അര ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക. അത് കൈ മുക്കിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കേണ്ടത്. അപ്പം മീൻ കഴുകുമ്പോൾ ആ ഒരു ഉളുമ്പ് മണമൊക്കെ മാറ്റിയെടുക്കാൻ ഈ ഒരു തുള്ളി വെളിച്ചെണ്ണ മാത്രം മതി. അതേപോലെ നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളുടെ ആ ഒരു ടിഷ്യൂയിലേക്കോ അതല്ലെങ്കിൽ ഒരു കഷ്ണം കോട്ടണിലേക്കോ ഇതേപോലെ ഒന്ന് മുക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഗ്യാസ് അടുപ്പുമ്മേലൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുമ്പോഴും നല്ല ഷൈനിങ്ങും അതേപോലെ തന്നെ നല്ല ഭംഗിയായിരിക്കും. നന്നായിട്ട് ഇങ്ങനെ വെട്ടിത്തിളങ്ങും. നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ അടുക്കളയിലൊക്കെ നല്ല ഷൈനിങ് ആയിട്ട് നമ്മളുടെ ഗ്യാസ് അടുപ്പൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സന്തോഷമാണ്. അപ്പോൾ ഇതേപോലെ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒന്ന് മുക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ തുടച്ച് കൊടുക്കുകയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും നമ്മൾക്ക് കാണാനായിട്ട്. അപ്പോൾ ഇതിന് ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യം ഒന്നുമില്ല. വെളിച്ചെണ്ണ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും പേടിയാവും, പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു തുള്ളി മാത്രം മതി ഈ ആവശ്യത്തിന്. അതേപോലെ നമ്മളുടെ ഇടിക്കല്ലൊക്കെ അടുക്കളയിൽ ഉപയോഗിക്കുന്നതും നമ്മൾ ഇതേപോലെ തന്നെ എടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒരു തുള്ളി വെളിച്ചെണ്ണ അതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു കോട്ടനോ അതല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ട് ഇതേപോലെ നമ്മൾ നന്നായിട്ടൊന്ന് തുടച്ച് കൊടുത്ത് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിലും നമ്മളുടെ ഇടിക്കല്ലൊക്കെ നന്നായിട്ട് ആ ഒരു നരച്ച കളറൊക്കെ പോയിട്ട് നല്ല പുത്തനായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. നല്ല ഭംഗിയാണ് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ അടുക്കളയിൽ വെച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ അടുക്കളയിൽ കയറുമ്പോൾ തന്നെ നമ്മൾക്ക് വളരെയധികം ഒരു സന്തോഷവും ഭയങ്കര ആത്മവിശ്വാസമാണ്. നല്ല ഭംഗിയാണ് ഇങ്ങനെയൊക്കെ നമ്മളുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തിളങ്ങുന്നത് കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇതേപോലെ നമ്മൾ എടുത്തു വെക്കാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇടിക്കല്ലിലൊക്കെ പാറ്റയും പല്ലിയൊക്കെ വന്ന് പോവാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാനായിട്ട് നമുക്ക് ഒരു വെള്ളത്തിൻ്റെ കുപ്പി ഇതേപോലെ രണ്ടായി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിലേക്ക് പാറ്റയും പല്ലിയും ഒന്നും ഇറങ്ങിച്ചല്ലാതെ നമ്മൾക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാം. അതേപോലെ നമ്മളുടെ വീട്ടിൽ ഒഴിച്ചു കൂടാനാവാത്തതാണ് ഓവണും അതേപോലെ തന്നെ കെറ്റിലൊക്കെ. അതും ഇതേപോലെ ഒരു ടിഷ്യൂവിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ മുക്കിയിട്ട് നമ്മൾ ഇതേപോലെ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ അതിലുണ്ടാവുന്ന ആ ഒരു അഴുക്കും പൊടിയൊക്കെ ആ ഒരു ടിഷ്യൂവിലേക്ക് നമുക്ക് വരുന്നതാണ്. അതേപോലെ തന്നെ നല്ല ഷൈനിങ്ങും നല്ല തിളക്കവും നല്ല ഭംഗിയാണ് നമ്മുടെ കിച്ചണിൽ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ബോഡി ഇതേപോലെ അലൂമിനിയത്തിലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ബോഡിയൊക്കെ എപ്പോഴും ഇങ്ങനെ തിളങ്ങി കാണാനാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുക. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അടുക്കളയിൽ നമുക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. അതേപോലെ നമ്മളുടെ വീട്ടിൽ തക്കാളിയും ഉരുളക്കിഴങ്ങൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ ചെയ്യാനും അതേപോലെ തന്നെ മുള പൊട്ടാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാനും ഇതേപോലെ തന്നെ ഒരു തുള്ളി വെളിച്ചെണ്ണയുടെ ആവശ്യം മാത്രമുള്ളൂ. അപ്പോൾ അത് നമുക്കൊരു തരി കയ്യിലേക്ക് ഇതേപോലെ എടുത്ത് നമുക്ക് ഒന്നുകൊണ്ട് തേച്ചതിന് ശേഷം നമ്മളുടെ ആ ഉരുളക്കിഴങ്ങും നന്നായിട്ട് ഇതേപോലെ ഒന്ന് തുടച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾക്കത് എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു മുള പോലും പൊട്ടാതെ നമുക്ക് ഒരുപാട് ദിവസം നമുക്ക് ഉപയോഗിക്കാം.
അതേപോലെ തക്കാളിയൊക്കെ ഒരുപാട് പഴുത്ത് ചെയ്യാനുള്ള ഒരു ചാൻസ് വരുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഒരു ലേശം വെളിച്ചെണ്ണ അതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തും അതേപോലെ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് തുടച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പഴുത്ത തക്കാളി ചെയ്യാനൊക്കെ ആയിട്ടുള്ള ആ ഒരു ഇതിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ വെളിച്ചെണ്ണ പരട്ടി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ ഒരു കേടും വരില്ല. അതേപോലെ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ സൂക്ഷിക്കുമ്പോൾ നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കുക. പിന്നെ നമ്മളുടെ തക്കാളിയൊക്കെ സൂക്ഷിക്കാൻ വെക്കുമ്പോൾ ഇതേപോലെ ഒരു ബോട്ടിലെടുത്ത് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മളുടെ ആ ഒരു ഫ്രിഡ്ജിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു കേടും വരാതെ നമ്മൾക്ക് സൂക്ഷിക്കാം. അതേപോലെ തന്നെയാണ് ചന്ദനത്തിരി. നമ്മളെല്ലാവരും പ്രാർത്ഥനക്കും എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു ചന്ദനത്തിരിയും ഇതേപോലെ തന്നെ 5 മിനിറ്റ് കത്തിക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ പൊടിയായി പോവും. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാനായിട്ട് ഇതേപോലെ നമ്മൾ ഒരു ലേശം വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ചന്ദനത്തിരി കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ 10 മിനിറ്റ് നിൽക്കുന്ന ചന്ദനത്തിരി ആണെങ്കിൽ അത് 20 മിനിറ്റ് ആയാലും നമ്മളുടെ ആ ഒരു ചന്ദനത്തിരി കത്തി തീരില്ല. അപ്പോൾ കുറേ ടൈം കത്തി നിൽക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ടൈം ആയാലും നമ്മളുടെ ആ ഒരു ചന്ദനത്തിരി കത്തിക്കൊണ്ടേ ഇരിക്കും. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ അധികം വേപ്പിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ നന്നായിട്ട് നമ്മളതൊക്കെ ഒന്ന് ഊരിയെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ലേശം വെളിച്ചെണ്ണ ഇതേപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു മാസമായാലും നമ്മളുടെ ആ ഒരു വേപ്പില കേടായി പോവില്ല. അപ്പോൾ ഇതേപോലെ വെളിച്ചെണ്ണയുടെ ആ ഒരു ഇതുണ്ടാകുമ്പോൾ പെട്ടെന്നൊന്നും നമ്മളുടെ ആ ഒരു വേപ്പില ഉണങ്ങിപ്പോവേ ചീഞ്ഞിപ്പോവേ വാടിപ്പോവുകയൊന്നും ചെയ്യില്ല. അപ്പോൾ കുറേ നാൾ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇന്ന് ഞാനൊരു ചപ്പാത്തിക്കും അതേപോലെ തന്നെ അപ്പത്തിനും പൊറോട്ടക്കും എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുന്നതിന് ഒരു കാരണമുണ്ട്. അപ്പം ഞാനിത് നാളികേരത്തിൻ്റെ പൊടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പലരും പറയുന്നത് കേൾക്കാറുണ്ട്, നാളികേരപ്പൊടിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല കുറുകിയ ചാറ് കിട്ടൂല, അതേപോലെ തന്നെ ആ ഒരു നാളികേരപ്പൊടിയുടെ ആ ഒരു സ്മെല്ലൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറിയിലേക്ക് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമുക്ക് വെള്ളവും ഒഴിച്ച് ഇത് നമുക്കിനി അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഓഫറിനൊക്കെ നാളികേരത്തിൻ്റെ പൊടിയൊക്കെ കാണുമ്പോൾ ഞാൻ വലിയ പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. അപ്പോൾ നമ്മൾക്ക് ആവശ്യമാവുന്ന ടൈമിലൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ 2 ടീസ്പൂണോളം പൊടി ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സാദാ വെള്ളം തന്നെയാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഈ ഒരു പൊടിയും വെള്ളവും ഇട്ടതിന് ശേഷം നമ്മളൊരു 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ആ ഒരു ബീറ്റിങ്ങിലാണ് നമ്മളുടെ ഈ ഒരു നാളികേരപ്പൊടി കുറുകി കിട്ടുക. അപ്പോൾ ആ ഒരു പൊടിയുടെ ആ ഒരു സ്മെല്ലും പോയി കിട്ടും. അതിന് ശേഷം നമുക്ക് കറികളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ആ ഒരു ബീറ്റിങ്ങിലാണ് ആ പൊടിയുടെ നല്ലതായിട്ട് ഇങ്ങനെ കുറുകി വരും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നമ്മളുടെ ചാറൊക്കെ വറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ആ ഒരു കറി നന്നായിട്ട് കട്ടിയായിട്ട് നല്ല കുറുകിയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ കറി വെച്ചെടുക്കുകയാണെങ്കിൽ നാളികേരപ്പൊടിയുടെ മീൻ കറി എല്ലാം നമ്മൾക്ക് വെച്ചെടുക്കാം. ആ ഒരു സ്മെല്ലും അതേപോലെ തന്നെ നന്നായിട്ട് നമുക്ക് ആ ഒരു കുറുകിയും ചാറ് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമ്മളിത് കറി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ചട്ടിയിൽ വെച്ചിട്ട് തിളപ്പിച്ചിട്ടില്ല, ഇതിലേക്കാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നന്നായിട്ട് ചാറൊക്കെ കുറുകി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് വെജിറ്റബിൾ കറി വെക്കുമ്പോഴൊക്കെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക.